നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ പ്രിപ്പയർ ചെയ്ത ഉള്ളിച്ചോറിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ മുരളിച്ചേട്ടൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പൊട്ടറ്റോ ഫ്രൈ കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ ഞാൻ മുരളിച്ചേട്ടനെയാണ് ഓർത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 ചെറിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കനത്തിലാണ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കനം കുറഞ്ഞ് പോകാൻ പാടില്ല. ഈ ഒരു കനത്തിൽ വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ വെള്ളത്തിലിട്ട് ഊറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം. പൊട്ടറ്റോ ഒന്ന് നന്നായി വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടോ, ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു, കരിഞ്ഞു പോയതല്ല കേട്ടോ, അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒരു 2 മിനിറ്റോളം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ് ഈ പൊട്ടറ്റോ ഫ്രൈ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും ടൊമാറ്റോ റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം കേട്ടോ.